നമുക്ക് മെയിൻ മെമ്മറി കമ്പ്യൂട്ടറിൽ നമുക്ക് മെയിൻ മെമ്മറി നമുക്ക് കൺസിഡർ ചെയ്യാമെങ്കിൽ ഈ വാട്ട് ഈസ് ആക്ച്വലി ദ അഡ്വാൻറ്റേജ് ഓഫ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ വി ക്യാൻ ഏബിൾ ടു സേ ദിസ് ഈസ് ആക്ച്വലി ദ മെയിൻ മെമ്മറി ഇൻ യുവർ കമ്പ്യൂട്ടർ ഡി റാം. ഓക്കെ, അപ്പം റാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് നമ്മളുടെ എന്ത് ദിസ് റാൻഡം ആക്സസ് മെമ്മറി. നമുക്ക് ബൈ യൂസിങ് ദിസ് റാൻഡം ആക്സസ് മെമ്മറി we can able to make read and write operation very quickly. Okay, that is actually the random access memory's advantage, but it is actually a volatile memory. Power off ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ലോസസ് ഇൻ ഡാറ്റ. ബട്ട് റീഡ് ഓൺലി മെമ്മറി ഈസ് ആക്ച്വലി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ആക്ച്വലി എ നോൺ വോളറ്റൈൽ മെമ്മറി. It's what are the features of read only memory means we can able to say it will read quickly but writing is impossibly. ഓർ നമുക്കറിയാം റോം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സി ഡി റോം നമ്മൾ കണ്ടിട്ടുണ്ടോ അല്ലേ? നമ്മളുടെ സി ഡി റോം ഇപ്പം അങ്ങനത്തെ യൂസ് ചെയ്യുന്നില്ലെങ്കിലും സി ഡി റോം എന്ന് പറയുന്നത് നമ്മളുടെ സി ഡി നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ സി ഡി റോം എന്ന് പറയുന്നതും എന്താണ്? റീഡ് ഒൺലി മെമ്മറിയാണ്. അപ്പം അതിൻ്റെ കേസിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റുവാണെങ്കിൽ തന്നെ അത് വളരെ സ്ലോ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ഫ്ലാഷ് മെമ്മറി, ക്യാമറേസിലുള്ള ഫ്ലാഷ് മെമ്മറീസ്, തം ഡ്രൈവ്സ്, അതുപോലെ തന്നെ ഡിജിറ്റൽ ക്യാമറാസ്, അതിലെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റോം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ദീസ് ഈസ് ആക്ച്വലി ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഓൺലി മെമ്മറി. അപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണ് കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ 5th മോഡ്യൂളിൽ മെയിനായിട്ട് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് റീഡ് ഓൺലി മെമ്മറി, മെമ്മറീസിനെ കുറിച്ചാണ്. റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി. അപ്പം നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് റാമും റോമും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം അത് തന്നെ നമ്മൾ ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ. അപ്പം ഈ ഒരു മെമ്മറി, റീഡ് ഓൺലി മെമ്മറിയുടെ സ്ട്രക്ചർ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഒരു റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുമ്പോൾ ദിസ് റീഡ് ഓൺലി മെമ്മറി വിച്ച് ഈസ് ആക്ച്വലി ഓക്കെ, റീഡ് ഓൺലി മെമ്മറിയുടെ കേസിൽ നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കേസിൽ കെ അഡ്രസ് ഇൻപുട്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഒരു മെമ്മറി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്ര അഡ്രസ് ഉണ്ടാവും? കെ ഇൻപുട്സ്. കെ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ അഡ്രസ് ഇൻപുട്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അഡ്രസ് ഇൻപുട്സ്. അപ്പം അതുപോലെ തന്നെ ഔട്ട്പുട്ട്സ് എന്ന് പറഞ്ഞാൽ എൻ ഔട്ട്പുട്ട്സും ഉണ്ടാവും. അപ്പം കെ ഇൻപുട്ട്സും എൻ ഔട്ട്പുട്ട്സും ഉണ്ടാവും. ഏതിൻ്റെ കേസിൽ? നമ്മളുടെ റീഡ് ഓൺലി മെമ്മറിയുടെ കേസിൽ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ okay, and a block diagram, if you are just considering the block diagram of read only memory we can able to say k inputs and n outputs. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്പർ ഓഫ് വേർഡ്സ് എത്രയുണ്ടാവും? റീഡ് ഓൺലി മെമ്മറി വിച്ച് ഈസ് ആക്ച്വലി ഡിറ്റർമൈൻഡ് ഫ്രം ദ ഫാക്ട് ദാറ്റ് കെ അഡ്രസ് ഇൻപുട്ട് വിച്ച് ഈസ് ആക്ച്വലി ഇൻപുട്ട് ലൈൻസ് ആർ നീഡഡ് ടു സ്പെസിഫൈ 2 power k വേർഡ്സ്. അപ്പം ഈ നമ്പർ ഓഫ് വേർഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എത്ര ഇൻപുട്ട് ആണോ കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വേർഡ്സ് അതിനകത്തുണ്ടാവും എന്ന് പറയുന്നത് 2 power k എന്തുണ്ടാവും? വേർഡ്സ് ആയിരിക്കും ഇതിനകത്ത്. ഇത് കെ ഇൻപുട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന കെ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 power k അഡ്രസ് ഇൻപുട്സ്. ഓക്കെ, കെ 2 power k അഡ്രസ് നമുക്ക് വേർഡ്സ് നമുക്ക് സ്പെസിഫൈ ചെയ്യും. അപ്പം കെ ഇൻപുട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 power k എന്താണ്? വേർഡ്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ മെമ്മറിയെ നമ്മൾ പറയുന്നത് എങ്ങനെയായിരിക്കും? 2 power k by n റോം എന്നായിരിക്കും നമ്മൾ ഇതിനെ വിളിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, നിങ്ങളോട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് 5 ആണെങ്കിൽ നമുക്ക് ഈ മെമ്മറിയെ എത്രയെന്ന് പറയാൻ പറ്റും? 2 power 5 by n. n എന്ന് പറയുന്നത് നമ്മളുടെ നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ്, നമ്മൾ എത്ര ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ എത്ര വേർഡ്സ് ആണ് ഇതിൻ്റെ കേസിലുള്ളത്? വേർഡ് ലൈൻസ്, ബിറ്റ് ലൈൻസ് എന്നൊക്കെ പറയും. അപ്പം നമുക്കറിയാം 5 ഇൻപുട്ട്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ 5 ഇൻപുട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 power 5 വേർഡ് ലൈൻസ് അവിടെ ഉണ്ടാകും. അതിൽ നമുക്ക് എത്ര ഔട്ട്പുട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പം നിങ്ങൾ എടുക്കുന്ന ഔട്ട്പുട്ട് എത്രയാണോ 2 power 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 32 അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റും? 32 by
ഇപ്പം നിങ്ങൾ എത്ര ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്? 5 ഔട്ട്പുട്ട്സ് മാത്രമേ എടുക്കുന്നുണ്ടെങ്കിൽ 32/5 റോം എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ഈ 32 എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടിയത്? നമ്മളുടെ n ഇൻപുട്ട് 5 ഇൻപുട്ട്സ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 2/5 വേർഡ് ലൈൻസ് അല്ലെങ്കിൽ വേർഡ്സ് ഇവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു മെമ്മറിയുടെ കേസിൽ, റോമിൻ്റെ കേസിൽ k ഇൻപുട്ട്സ് ആണ് ഉള്ളതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2k വേർഡ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ നിന്നാണ് നമുക്ക് n ഔട്ട്പുട്ട്സ് നമുക്ക് എടുക്കുന്നത്. n എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ടാണ്. അത് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. 2/32 ഔട്ട്പുട്ട്സ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 2 ഔട്ട്പുട്ട്സ് വേണമെങ്കിൽ എടുക്കാം, 5 ഔട്ട്പുട്ട്സ് വേണമെങ്കിൽ എടുക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവർ റിക്വയർമെൻറ്റ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു മെമ്മറി, ഒരു റീഡ് ഒൺലി മെമ്മറി എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്യുക. അപ്പം നമുക്ക് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം കൂടി, റോമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പം റോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് വിൽ ഹോൾഡ്സ് ദ പ്രോഗ്രാം ആൻഡ് ഡാറ്റ പെർമനൻ്റ്ലി ഈവൻ വെൻ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. അപ്പം നമുക്ക് റോമിൻ്റെ കേസിൽ റാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വോളട്ടൈൽ മെമ്മറിയാന്ന് പറഞ്ഞു. പക്ഷേ റോം എന്ന് പറഞ്ഞാൽ നോൺ വോളട്ടൈൽ മെമ്മറിയാണ്. അതായത് നിങ്ങളുടെ CD റോം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ CD നമ്മൾ പെർമനൻ്റ്ലി അതിൻ്റെ ഡാറ്റ നമ്മൾ അതിനകത്ത് സ്റ്റെയർ ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഡാറ്റ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു CD എടുത്തിട്ടുണ്ടെങ്കിൽ, CD റോം എടുത്തിട്ടുണ്ടെങ്കിൽ ആ CD റോമിനകത്ത് നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എപ്പം വേണമെങ്കിലും റീഡ് ചെയ്യാൻ പറ്റും. അപ്പം അത് കമ്പ്യൂട്ടറെ സ്വിച്ച് ഓൺ ആണോ, അതിൽ പവർ ഓൺ ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഡാറ്റ ക്യാൻ ബി റീഡ് ബൈ ദ CPU ഇൻ ഓർഡർ, സോ റോം ഈസ് ഓൾസോ ഡയറക്റ്റ് അഡ്രസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കേസിൽ we can able to access the data directly or we can able to read the data directly by using computer. അപ്പം നമ്മൾ ഇതിൻ്റെ കേസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ദ കണ്ടൻസ് ഓഫ് റോം ആർ ഫിക്സ്ഡ് അറ്റ് എ ടൈം ഓഫ് മാനുഫാക്ചർ. അപ്പം നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ അത് CD-യിൽ റോമിനകത്ത് നമ്മൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫിക്സഡ് ആണ്, നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ കേസിൽ സ്റ്റോർഡ് പ്രോഗ്രാം കോൾഡ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ദാറ്റ് ഹെൽപ്പ് സ്റ്റാർട്ടപ്പ് ദ കമ്പ്യൂട്ടർ. അപ്പം ഇതിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റോം നമുക്കറിയാം, റോം റാമും നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ റോമിൻ്റെ കേസിൽ നമുക്ക് റോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ CPU-വിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടറിലെ ഡാറ്റ ആക്സസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് നിങ്ങൾക്കറിയാം റോം നമുക്കുണ്ട് അല്ലേ, റാമും ഉണ്ട് റോമും ഉണ്ട്. അപ്പോൾ അതായത് നമ്മളുടെ പെർമനൻറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? റോമിലാണ്. പക്ഷേ ഈ റോമിൻ്റെ കേസിൽ നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റോമിൻ്റെ കേസിൽ ദ കണ്ടൻസ് ഓഫ് റോം എന്ന് പറയുന്നത് ഫിക്സഡ് അറ്റ് എ ടൈം ഓഫ് മാനുഫാക്ചർ ആണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോർഡ് ഈ ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിനെ നമുക്ക് ഒരു ബൂട്ട്സ്ട്രാപ്പ് ലോഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ അതിനെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും. ഒരു ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്ന ആ ലോഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അതിനെ എന്ത് ചെയ്യുന്നത്, നമ്മൾ കമ്പ്യൂട്ടറിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ആക്സസ് ടൈം എന്ന് പറയുന്നത് 10 to 15 നാനോ സെക്കൻഡ്സ് മാത്രം മതി. അപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ഒരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നുള്ളൂ. ഇത് മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു മെമ്മറിയുടെ കേസിൽ k ഇൻപുട്ട്സ് ഉണ്ടെങ്കിൽ 2/k വേർഡ് ലൈൻസ് ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര ഔട്ട്പുട്ട് വേണമെങ്കിലും എടുക്കാം. അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു റോം നമ്മളോട് കൺസ്ട്രക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഹൗ ക്യാൻ ബി കൺസ്ട്രക്ട് എ റോം? ഓക്കെ, അപ്പം കൺസ്ട്രക്ഷൻ, ഇഫ് യു ആർ ജസ്റ്റ് കൺസ്ട്രക്ടിങ് എ റോം, ഈച്ച് ഔട്ട്പുട്ട് ഓഫ് ദ ഡീകോഡർ റെപ്രസെൻറ്റ്സ് എ മെമ്മറി. അപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, എന്താണ് നമ്മൾ ഒരു റോം എന്ന് പറഞ്ഞാൽ എത്രയാണ്? n ഇൻപുട്ട് ഉണ്ടെങ്കിൽ k ഇൻപുട്ട് ഉണ്ടെങ്കിൽ 2/k ആയിരിക്കും അതിൻ്റെ എന്ത് വരിക? വേർഡ് ലൈൻസ് ആയിട്ട് വരിക. അതായത് k ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വേർഡ് പ്രൊഡ്യൂസ് ചെയ്യും? 2/k വേർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് n ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഡയഗ്രാം നമുക്ക് നോക്കാം. ഒരു 32/8 റോം. ഓക്കെ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, 32/8 റോം. അപ്പോൾ ഇതിൻ്റെ കേസിൽ 32 എന്ന് പറയുന്നത് 2/5 ആണ്, 8 എന്ന് പറയുന്നത് n ആണ്. ഓക്കെ, അപ്പം എത്ര ഇൻപുട്ട് ആയിരിക്കും? 2 ഇൻപുട്ട് ആയിരിക്കും നമ്മൾ കൊടുക്കുക. എത്ര ഔട്ട്പുട്ടാണ് നമ്മൾ എടുക്കുന്നത്? 8 ഔട്ട്പുട്ട്.
അപ്പോൾ ഇങ്ങനെ ഒരു റോം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. 2^k/n പകരം ഇവിടെ 2^5/8, അതായത് 32/8 റോമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റോം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കേസിൽ എത്ര നമുക്ക് ഈ k ഇൻപുട്ടിൽ നിന്ന് നമുക്ക് 2^k വേർഡ് ലൈൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡീകോഡർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ k ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ഒരു 2^k വേർഡ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി നമുക്ക് ഇതെന്ന് പറയുന്നത് ഒരു ജനറലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് 32/8 അല്ലെങ്കിൽ 2^k/n റോം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇൻറ്റേർണൽ ലോജിക് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡയഗ്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് എന്ന് പറയുന്നത് ഒരു റോമിൻ്റെ കേസിൽ എന്തൊക്കെയുണ്ട്? ഒരു ഡയറക്റ്റ് ആയിട്ട് നമ്മൾ k ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്ക് n ഔട്ട്പുട്ട് അല്ല വരുന്നത്. അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ട് എന്തുണ്ട്? നമ്മൾ ഇപ്പോൾ സപ്പോസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് 2^5/8 റോമാണ്. ഓക്കെ, 2^5/8 അതായത് 32/8 റോമാണ്. ഓക്കെ, ഈ റോമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു ഡയഗ്രം നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ എത്ര ഇൻപുട്ടാണ് കൊടുക്കുന്നത്? 5 ഇൻപുട്ട്സ് ആണ് കൊടുക്കുന്നത്. സപ്പോസ് I0, I1, I2, I3, I4 ഇങ്ങനെ 5 ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പം എത്രയാണ് ഇൻപുട്ട്? 5 ഇൻപുട്ട്സ്. അപ്പം ഈ 5 ഇൻപുട്ടിൽ നമുക്ക് എത്ര വേർഡ് ലൈൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം? 2^k വേർഡ് ലൈൻസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡീകോഡർ യൂസ് ചെയ്യുന്നു. ഒരു ഡീകോഡർ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡീകോഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 5/5 ഇൻപുട്ട് കൊടുത്താൽ എത്ര ഔട്ട്പുട്ട് കിട്ടണം? 32. 5/32 അല്ലെങ്കിൽ 5/2^5 ഡീകോഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 5 ഇൻപുട്ട് കൊടുത്താൽ എൻകോഡറും ഡീകോഡറും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാം. എൻകോഡർ എന്ന് പറഞ്ഞാൽ എൻകോഡിങ് ചെയ്യുന്നു, ഡീകോഡർ എന്ന് പറഞ്ഞാൽ അതിനെ ഡീകോഡ് ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്പർ ഓഫ് ഇൻപുട്സ് കൊടുത്താൽ അതിൻ്റെ നമ്പർ ഓഫ് ടൈംസ് വി ക്യാൻ ഏബിൾ ടു ഔട്ട്പുട്ട്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഒരു ഡീകോഡറിൻ്റെ കേസിൽ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 5 ഇൻപുട്ട് കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡീകോഡർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? 5/2^5 ഔട്ട്പുട്ട്, അതായത് 5/32 ഡീകോഡർ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പം എത്രയാണ്? 32 ഔട്ട്പുട്ട്സ് ഉണ്ടാവും ഇതിൻ്റെ കേസിൽ. 0, 1, 2 ഇങ്ങനെ അപ് ടു 32, 31, 0 to 31. ഇപ്പോൾ നോക്കുവാണെങ്കിൽ 0, 1, 2, 3 അപ് ടു ഇതിപ്പം ഫുള്ള് ലൈൻ വരയ്ക്കാത്തതുകൊണ്ടാണ് 31. അപ്പം ഇങ്ങനെ നമ്മൾ വരച്ചിട്ട് ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾക്ക് ഡീകോഡർ കിട്ടി. ഇതിൽ നമ്മൾ എത്ര ഔട്ട്പുട്ടാണ് എടുക്കുന്നത്? 8 ഔട്ട്പുട്ട്സ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം ആ 8 ഔട്ട്പുട്ട്സ് നമുക്ക് വി ക്യാൻ ഏബിൾ ടു ഡയറക്ട്ലി റെപ്രസെൻറ്റ്. അപ്പം ഈ ഔട്ട്പുട്ട്സ് നമ്മൾ എടുക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഔട്ട്പുട്ട്സ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബൈ യൂസിങ് ആൻ ഓർ ഗേറ്റ്. ഒരു ഓർ ഗേറ്റിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. എത്രയാണ് ഔട്ട്പുട്ട്സ് വേണ്ടത്? 8 ഔട്ട്പുട്ട്സ് നമുക്ക് വേണം. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, സപ്പോസ് ദിസ് ഈസ് 8 ഔട്ട്പുട്ട്സ്. അപ്പോൾ ഈ ഏതൊക്കെയാണ് 8 ഔട്ട്പുട്ട്സ്? A0, A1, A2, A3, A4, A5, A6, A7. അപ്പോൾ ദീസ് ആർ ദ ഔട്ട്പുട്ട്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഔട്ട്പുട്ട് എടുക്കുന്നത്? എങ്ങനെയാണ്? ഒരു റോമിൻ്റെ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ എങ്ങനെ റൈറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്ട്രക്ചർ. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കി കണക്ഷൻ വരിക. അപ്പം നമ്മൾ ഒരു റോം കൺസിഡർ ചെയ്യാകുമ്പോൾ അപ്പം ഒരു 2^k/n റോം വിച്ച് കൺസിസ്റ്റ് ഓഫ് എന്തുണ്ടാവും? അല്ലെങ്കിൽ നമ്മളിപ്പം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പം കൺസിഡർ ചെയ്തത് 2^5/8 റോമാണ്. അപ്പോൾ ഈ 2^5/8 റോം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ റോമിൻ്റെ കേസിൽ എത്ര ഡീകോഡേഴ്സ് ഉണ്ടാവും? 5/2^5 ഡീകോഡറും
അതുപോലെ തന്നെ എത്ര ഓർ ഗേറ്റ്സ് ഉണ്ടാവും? 8 ഓർ ഗേറ്റ്സും ആയിരിക്കും ഉണ്ടാവുക അല്ലേ? ഒരു 2^5/8 റോം നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ അതിന്റെ കേസിൽ എത്ര ഡീകോഡറാണ്? 5/32 ഡീകോഡറും 8 ഓർ ഗേറ്റ്സും ഉണ്ടാവും. ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എങ്ങനെ നമുക്ക് പറയാം? ഒരു 2^k/n റോം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ദിസ് 2^8k/n റോം വിച്ച് കൺസിസ്റ്റ് ഓഫ് k/2k decoder and n OR gates will be there. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഒരു 2^k/n റോം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്തുകൊണ്ട് റോമിന്റെ കേസിൽ ഇന്റേണൽ ലോജിക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് 2^k/n റോം വിച്ച് കൺസിസ്റ്റ് ഓഫ് k/2k decoder and n OR gates. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ദേവാനന്ദ് ക്ലിയർ ആയോ? ദേവാനന്ദ് ഉണ്ടോ? ഇത് മനസ്സിലായോ? പറഞ്ഞ പിന്നെ പ്രശ്നം തീർന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഒരു ബേസിക് കൺസ്ട്രക്ഷൻ ഓഫ് റോം. 2^k/n റോം വിച്ച് കൺസിസ്റ്റ് ഓഫ് k/2k decoder and n OR gates. ഈ n എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ അവർ റിക്വയർമെന്റ്. ഓക്കെ, നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ 2^k/8 റോമിന്റെ n റോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2^5/10 റോം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും? 10 ഔട്ട്പുട്ട്സ് ഉണ്ടാവും. ഓക്കെ, ഔട്ട്പുട്ട് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോഗ്രാമർ. അപ്പം നമ്മൾ ഇത് നമുക്കൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ട്രൂത്ത് ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. പ്രോഗ്രാമബിൾ കണക്ഷൻ ബിറ്റ്വീൻ ലൈൻസ്. അപ്പം നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ റോം ഒന്ന് ഡിസൈൻ ചെയ്യാൻ പോകണം. ഇതൊന്നും വലിയ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ളതൊന്നും അല്ല, പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കി എങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുക ഒരു റോമിനെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മളുടെ ഇൻപുട്സ് I0 to I4. അപ്പം നമ്മളിപ്പം കൺസിഡർ ചെയ്തതുപോലെ തന്നെ ഈ ഒരു കേസിൽ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കേസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവിടെ നമ്മൾ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുക? ഏതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എവിടെയാണ് കണക്ഷൻ എന്ന് നമുക്ക് നമ്മളുടെ ട്രൂത്ത് ടേബിളിനനുസരിച്ചായിരിക്കും നമ്മളിവിടെ കണക്ഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മളുടെ ട്രൂത്ത് ടേബിൾ, ഇതാണ് നമ്മളുടെ ഇൻപുട്ട് 0 0 0 0 2, അതായത് 0 to 1 1 1 1, അതായത് 0 to 32 ഇൻപുട്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 0 0 0 0 to 0 1 1 1 1 1, അതായത് 0 to 31 ഇൻപുട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും ഔട്ട്പുട്ട്സ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഔട്ട്പുട്ട്സ് പ്രോഗ്രാം ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവിടെ കൊടുക്കുക. ഇത് 1 0 1 1 ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നു. A7 എന്നുള്ള ഒരു കണക്ഷൻ മാത്രം നമുക്ക് നോക്കുവാണെങ്കിൽ, ഓക്കെ, A7 എന്ന് പറയുന്ന കണക്ഷൻ മാത്രം നോക്കാം. ഓക്കെ, A7ന്റെ കണക്ഷൻ നിങ്ങൾ നോക്കിയേ. A7ന്റെ കണക്ഷൻ നോക്കുവാണെങ്കിൽ 1 0 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്. ഓക്കെ, 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്രോസ് മാർക്ക് ഇട്ടു. എവിടെയാണ് കണക്ഷൻ ഉള്ളത് അവിടെ ജസ്റ്റ് ക്രോസ് മാർക്ക് ഇട്ടു. ഇനി നിങ്ങൾ നോക്കുവാണെങ്കിൽ പിന്നെ എപ്പോഴാണ് 1 വരുന്നത്? 2ന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലേ? ഇത് 2, ഇത് 3. 2ഉം 3ഉം എല്ലാം എന്താണ്? 1 ആണ്. അപ്പം 2നും 3നും ജസ്റ്റ് ക്രോസ് മാർക്ക് ഇട്ടു. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ 29 30 31 ആണ്. 29നും 1 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്രോസ് മാർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് സപ്പോസ് ദ അഡ്രസ് ലൈൻ, അഡ്രസ് 3 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ് എന്ന് പറയുന്നത് 10110010 എന്നാണെങ്കിൽ, ഓക്കെ, അതിന് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 വെച്ചു, 0 1 1 0 0 1 0 എന്നാണ്. അതായത് ഇത് 1 0. അപ്പം 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്, 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നുമില്ല, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ട്, ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ട്, 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടില്ല, 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടില്ല, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ട്, 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ക്രോസ് മാർക്കിൽ. അപ്പം എവിടെ കണക്ഷൻ ഉണ്ടോ, എവിടെ നമുക്ക് എന്താണ് നമ്മളുടെ കോണ്ടാക്ട് 1 എന്ന് വരുന്നുണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്രോസ് മാർക്ക് ഇടുന്നു. ഓക്കെ, അപ്പം അതായത് നമ്മൾ ഒരു ഫ്യൂസ് ലിങ്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ഫ്യൂസ് ആണ്, അതായത് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് നോ കണക്ഷൻ, ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും?
ഒരു ക്രോസ് മാർക്ക് എടുക്കും, 1-നുണ്ട് അതിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സ് അല്ലെങ്കിൽ ഈ ക്രോസ് മാർക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, അവിടെ കണക്ഷൻ ഉണ്ട് എന്നാണ്. അപ്പോൾ ഇത് സിമ്പിളാണ്. നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമുക്ക് റോം ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈസിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു റോമിനെ നിങ്ങൾക്ക് ഇത് ബേസിക്കായിട്ട് ഒരു റോമിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇവിടെ പറഞ്ഞത്. റോം എന്താണ്, ഒരു 32/8 റോമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. ഈ 32/8 റോമിൻ്റെ കേസിൽ 5/32 ഡീകോഡർ ഉണ്ട്, 8 ഔട്ട്പുട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ 8 ഓർ ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട്സ് ഉണ്ട്. അപ്പം ഓർ ഗേറ്റ് ആണ് നമ്മളുടെ, ഇതാണ് നിങ്ങളിപ്പം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് വേർഡ് ലൈൻസ് എന്ന് പറഞ്ഞു, ഇതാണ് നമ്മളുടെ വേർഡ് ലൈൻസ്. ഈ കാണുന്ന ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് നമ്മൾ വേർഡ് ലൈൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ ടിക്ക് മാർക്ക് ഇടുന്ന ഈ ലൈൻസ് ആണ് വേർഡ്സ്. അപ്പം ഇതിൻ്റെ കേസിൽ ഒരു ഡീകോഡറിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്ര വേർഡ് ലൈൻസ് ആണ് നമുക്കുള്ളത്? 32 വേർഡ് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബിറ്റ് ലൈൻസ് എന്നാണ് ഈ വെർട്ടിക്കൽ ലൈൻസിനെ നമ്മൾ വിളിക്കുക, ബിറ്റ് ലൈൻസ്. എത്ര ബിറ്റ് ലൈൻസ് ആണ് നമുക്കുള്ളത്? 8 ബിറ്റ് ലൈൻസ് ആണ്. അപ്പം വേർഡ് ലൈൻസ് എന്ന് പറയുന്നത് ഡീകോഡറിൻ്റെ ഔട്ട്പുട്ടാണ്, ബിറ്റ് ലൈൻസ് എന്ന് പറയുന്നത് ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. ബിറ്റ് ലൈൻസ് എന്ന് പറയുന്നത് ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് വരും, വേർഡ് ലൈൻസ് എന്ന് പറയുന്നത് ഡീകോഡറിൻ്റെ ഔട്ട്പുട്ടായിട്ടും വരും. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നമ്മളൊരു കോമ്പിനേഷണൽ സർക്യൂട്ടിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പിനേഷണൽ ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. ഓക്കെ, ഇപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ടിൻ്റെ കേസിൽ നമുക്ക് എന്തില്ല, ക്ലോക്ക് ഒന്നുമില്ല. അപ്പം ക്ലോക്ക് ഇല്ലാത്തത് നമ്മൾ കൊടുക്കുന്ന കേസിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ടിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം ഇന്റേണൽ ഓപ്പറേഷൻ ഓഫ് റോം വിച്ച് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ഇൻ 2 ways. ഫസ്റ്റ്, മെമ്മറി യൂണിറ്റ് കണ്ടെയ്ൻ ഫിക്സഡ് പാറ്റേൺ ഓഫ് സ്റ്റോർഡ് വേർഡ്സ്. സെക്കൻഡ്, ഇംപ്ലിമെന്റേഷൻ എ കോമ്പിനേഷൻ സർക്യൂട്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യുന്നത്, നമുക്ക് ഈ ടേബിൾ 7.3, അതായത് നമ്മളുടെ നേരത്തെ ടേബിൾ A7 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താ വന്നതെന്ന് പറഞ്ഞാൽ 101100 ഇങ്ങനെയാണ് നമുക്ക് A7 എന്ന് പറയുന്ന ഔട്ട്പുട്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പം I3, I4, A7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0, 2, 3 ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സം ഓഫ് മിൻ ടൈംസ് ആണ്. നിങ്ങൾ മിൻ ടൈംസും മാക്സ് ടൈംസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം A7 എന്ന് പറയുന്ന പർട്ടിക്കുലർ ബിറ്റ് ലൈൻ, ഞാനിപ്പം ബിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഓർ ഗേറ്റിലേക്ക് പോകുന്ന ഇൻപുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് ലൈൻ A7 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സം ഓഫ് മിൻ ടൈംസ് എന്ന് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഏതൊക്കെ ആണ് മിൻ ടൈംസ് കണക്ഷൻ ഉള്ളതെന്ന് നോക്കുക. 0, 2, 3, 29 ഇതെല്ലാം എന്താണ്, അതിൻ്റെ മിൻ ടൈംസ് ആണ് അല്ലേ. ഈ A6ൻ്റെ കേസിലോ ഏതൊക്കെയാണ് മിൻ ടൈംസ്? 2, 29, 30 ഇതെല്ലാം എന്താണ്, മിൻ ടൈംസ് ആണ്. A5ൻ്റെ കേസിൽ 0, 3, 29, 31 ഇതെല്ലാം മിൻ ടൈംസ് ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് സം ഓഫ് ടൈംസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാത്രം നമുക്ക് കണക്ഷൻ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ടിനെ മിൻ ടൈംസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്, ഡിസൈൻ എ കോമ്പിനേഷണൽ സർക്യൂട്ട് യൂസിങ് റോ. ദ സർക്യൂട്ട് അക്സെപ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പണ്ട് ലോജിക് സർക്യൂട്ട്സിൽ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് റോം യൂസ് ചെയ്തിട്ട് നിങ്ങളോട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, ഡിസൈൻ എ കോമ്പിനേഷണൽ സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് യൂസിങ് ഡിസൈൻ എ കോമ്പിനേഷൻ സർക്യൂട്ട് യൂസിങ് റോം. ഇതിൻ്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത് സർക്യൂട്ട് അക്സെപ്റ്റ് 3 ബിറ്റ് നമ്പർ. അക്സെപ്റ്റ് ചെയ്യുന്നത് എത്രയാണ്? 3 ബിറ്റ് നമ്പറിനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബൈനറി നമ്പർ ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദ ഇൻപുട്ട് നമ്പർ. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു 3 ബിറ്റ് നമ്പർ അക്സെപ്റ്റ് ചെയ്തിട്ട്, ഓക്കെ, ABC അല്ലെങ്കിൽ A0 ഇവിടെ കൊടുത്തിരിക്കുന്നതാണെങ്കിൽ A0, A1, A2 എന്ന് പറയുന്ന 3 ബിറ്റ് നമ്പറാണ്. ഈ 3 ബിറ്റ് നമ്പറിൻ്റെ കേസിൽ ഈ 3 ബിറ്റ് നമ്പറിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ ആണ്. അപ്പം 0 കൊടുത്താൽ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അപ്പം നമ്മൾ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 4, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 9, 5ന് കറസ്പോണ്ടിങ് ആയിട്ട് 25, 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 16, 5ന് കറസ്പോണ്ടിങ് ആയിട്ട് 25, 6ന് കറസ്പോണ്ടിങ് ആയിട്ട് 36, 7ന് കറസ്പോണ്ടിങ് ആയിട്ട് 49. അപ്പം ഇതാണ് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ
അപ്പോൾ നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0, 1, 3 ബിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 000, 001, 0010, 11, 100, 101, 1110, 111. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഇൻപുട്ട് അല്ലേ. ദീസ് ആർ ദ ഇൻപുട്സ്. ഇപ്പം ബൈനറി നമ്പേഴ്സ് ആണ്. അപ്പം ഈ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് 49 വരെയുണ്ട്. 49 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ബിറ്റ്സ് വേണം? 6 ബിറ്റ്സ് എങ്കിലും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 49 റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ B0 to B5 എന്ന് പറയുന്ന ഔട്ട്പുട്ട്സ് ബൈനറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 49 നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ എത്ര ബിറ്റ്സ് വേണം? 6 ബിറ്റ്സ് എങ്കിലും വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് 0യ്ക്ക് റെസ്പോണ്ടിങ് ആയിട്ട് 0. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എത്ര ഇൻപുട്സ് ആണ് നമുക്കുള്ളത്? 3 ഇൻപുട്സ് ആണുള്ളത് അല്ലേ. 3 ഇൻപുട്സ്. അപ്പം 3 ഇൻപുട്ട് എന്ന് പറയുമ്പോൾ റോമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ 3 ഇൻപുട്ട് ഉണ്ടെങ്കിൽ എത്ര ഡീകോഡർ വേണം? 3/2/3 ഡീകോഡർ വേണം. ഇവിടെ ഒരു ഡീകോഡർ. അപ്പം 3 ഇൻപുട്സ് ഏതൊക്കെയാണ്? A0, A1, A2. അപ്പം 2/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/3 എന്ന് പറഞ്ഞാൽ 8 അല്ലേ. അപ്പം ഔട്ട്പുട്ട് എത്രയാണ് ഡീകോഡറിൻ്റെ? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഔട്ട്പുട്ട്സ് ഏതൊക്കെ നമുക്ക് എഴുതാം? ഔട്ട്പുട്ട്സ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്? ഔട്ട്പുട്ട്സ് എത്രയെണ്ണം ഉണ്ട്? 6 ഔട്ട്പുട്ട്സ് ആണുള്ളത്. നിങ്ങൾ നോക്കുക, 1, 2, 3, 4, 5, 6. അപ്പം ഔട്ട്പുട്ട്സ് A0, A1, A2, A3, A4, A5. ദീസ് ആർ ദ ഔട്ട്പുട്ട്സ്. അപ്പം നമുക്ക് എത്ര ഔട്ട്പുട്ട്സ്? അപ്പോൾ ഈ ഔട്ട്പുട്ട്സ് എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്? ഓർ ഗേറ്റിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓർ ഗേറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ദിസ് ഈസ് A0 to A7. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക, B0 അല്ലേ. B0 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. B0, B1, B2, B7 എന്നാണ്. അപ്പം B0യുടെ വാല്യൂ നോക്കുക. B0യ്ക്ക് നോക്കുവാണെങ്കിൽ സം ഓഫ് മിൻ ടൈംസിൻ്റെ ടൈംസിൽ 1, 3, 5, 7. ഇതിനെല്ലാം എന്താണ്? 1 ആണ് വരുന്നത്. അപ്പം സം ഓഫ് മിൻ ടൈംസിൻ്റെ ടൈംസിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് റോം യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്, ഞാൻ വരച്ച പോലെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. A0, A1, A2, A3. അപ്പോൾ നമ്മൾ ഡീകോഡറിൽ കൊടുക്കുവാണെങ്കിൽ 4/3 അല്ലേ. 3 A0, A1, A2 ഉള്ളൂ അല്ലേ. A0, A1, A2 ഡീകോഡർ. 3/8 ഡീകോഡർ. ഇങ്ങനെ വരയ്ക്കുക. ഇനി ഔട്ട്പുട്ട് എടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, ഇതിങ്ങനെ വരയ്ക്കുക. ഇനിയിപ്പോൾ ഔട്ട്പുട്ട് എടുക്കുക. ഔട്ട്പുട്ട് എങ്ങനെയാണ്? B0 അല്ലേ. ഇത് 1, 2, 3, 4, 5 and 6. These are the outputs. അപ്പോൾ നമുക്ക് B0, B1, B2, B3, B4, B5 എന്നെടുക്കാം. ഓക്കെ, അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക. B0യുടെ വാല്യൂ നോക്കുവാണെങ്കിൽ B0 എന്ന് പറഞ്ഞാൽ മിൻ ടൈംസിൻ്റെ കേസിൽ സം ഓഫ് മിൻ ടൈംസ് ഏതൊക്കെയാണ്? 1, 3, 5, 7 ആണ്. ഓക്കെ, അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇതിപ്പം 0, 1, 2, 3, 4, 5, 6, 7 എന്നാണ്. അപ്പം 1, 3, 5, 7. ഇതിപ്പം B0 കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇംപ്ലിമെൻറ്റ്